ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതാണ് എൻ്റെ കൃഷിത്തോട്ടത്തിലത്തെ ചെടികളെ കാണിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഇതാ തക്കാളിയാണ്. തക്കാളി കുറച്ചൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, കുറച്ചൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ളതാണ് പയർ ഇച്ചിരി വലുതായി. ഇനി പയറുണ്ടാവണം. പിന്നെ ഈ ചീര കണ്ടു, ഇങ്ങനെ ഉണ്ടായി നിൽക്കുക. ചീര ഫുള്ള്, പച്ചച്ചീര വളരെ കുറവാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെന്നാന്ന് മനസ്സിലായോ? മറ്റേ എന്നാ പറയുന്നത്, വഴുതനങ്ങ, കത്തിരിക്ക അങ്ങനെയൊക്കെ പറയില്ലേ. ഇതെനിക്ക് തോന്നുന്നു അവക്കാഡോയുടെ ആണെന്ന്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതെന്ത് ചെടിയാണെന്ന്. അവക്കാഡോ ആണോ എന്നറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് നട്ട് നിർത്തിയേക്കുന്നത്. പിന്നെ ഇത് ഇത്രയും വലിയൊരു ചീര. ഇവിടെയൊക്കെ ചീരയാണ് കൂടുതലുള്ളത്. പിന്നെ ഈ സൈഡിൽ തക്കാളി കുറേ ഉണ്ട്, തക്കാളി ചെടി, തക്കാളിക്ക. പിന്നെ ഈ വെണ്ടയ്ക്ക, ഇത് മൂത്തിട്ടില്ല, ഒരെണ്ണം മൂത്തിട്ടുണ്ട് അവിടെ. ഞാൻ കാണിച്ചു തരാം, കണ്ടോ ആ കണ്ണ്, അതാണ്. പിന്നെ ഈ തക്കാളിയിൽ ഒരെണ്ണം പഴുത്തായിരുന്നു. പിന്നെ മുളക്, പിന്നെ വേറെ എന്താ, ചേമ്പ് അവിടെയുണ്ട് ചേമ്പ്. പിന്നെ ഇവിടെയുണ്ട് കുറച്ച്, പക്ഷെ നീളമുള്ള മുളകാണേ. ഇത് കണ്ടോ, ഇത് നീളമുള്ള മുളക. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഉള്ള ഇതൊക്കെ മുളകാണ്. ഇനി ഇത് വെണ്ടയ്ക്ക, ഇത് വഴുതനങ്ങ, ഇത് പയർ, ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇതെന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ തുളസി. പിന്നെ ഇതെന്നാന്നറിയാമോ? മണിത്തക്കാളിയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊടിച്ച് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഞാൻ ഇടയ്ക്ക് കോട്ടയത്ത് പോകുമ്പോൾ അവിടുത്തെ ആശ ചേച്ചിയില്ലേ, നിങ്ങൾക്കറിയണ്ടാവില്ല, പക്ഷെ എനിക്കറിയാം. ആ ആശ ചേച്ചി അവിടെ ഒത്തിരി നട്ടു വെച്ചിട്ടുണ്ട്. അത് പഴുക്കുമ്പോൾ എനിക്ക് കുറേ പറിച്ച് തരും. ഇതുണ്ടോ. പിന്നെ ഇതെന്നാ, വാടാമല്ലിയൊക്കെ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് വൈക്കോല്. ഇതെന്നാ എന്നാന്ന് എനിക്ക് ഓർമ്മ പറയുന്നില്ല. ചീര, തുളസി ഇഷ്ടം പോലെ ഉണ്ട്. ചീര ഇവിടെ ഉണ്ട് വേറെ. പിന്നെ നിലത്തൊരു പച്ചച്ചേരി ഉണ്ടാകുന്നുണ്ട്, വലിയൊരു പച്ചച്ചേരിയും ഇവിടെ ഉണ്ട്. ഇതൊക്കെ പയറാണ്. പിന്നെ ഇത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിലൊക്കെ പാവയ്ക്കയാണ്. കണ്ടോ, പാവയ്ക്ക ഇതിലും ഉണ്ട്, പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ഇച്ചിരി നിഴൽ പോലെയൊക്കെ കാണാൻ പറ്റും, വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പാവയ്ക്ക. കണ്ടോ, ഇതാണ് പാവയ്ക്ക. ഇതിലും ഉണ്ട് പാവയ്ക്ക. കെട്ടിയത്തിലൊക്കെ ഉണ്ട് പാവയ്ക്ക. അതുകൊണ്ടാണ് ഞാൻ എന്നാന്നറിയോ ഈ കവർ കെട്ടി വെച്ച് വെക്കുന്നത്, മറ്റേ പ്രാണി കയറാതിരിക്കാൻ. അതിങ്ങനെ കടിക്കും ചില സമയം. അപ്പോൾ പാവയ്ക്കെല്ലാം കേടായി പോകുമായിരുന്നു. പിന്നെ ഇത് ആത്തയ്ക്ക, അല്ല സീതപ്പഴം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതെന്നാന്ന് ഞാൻ ചോദിച്ചില്ല, ഇത് ഞാവൽപ്പഴത്തിൻ്റെ തൈ. പിന്നെ ഇത് കണ്ടോ, പയർ ഉണങ്ങിയിട്ടുണ്ട്. ഞാനത് വിത്തിന് വേണ്ടി വെച്ചേക്കുവാണ്. നമുക്ക് അമ്മനോട് ചോദിക്കാം. വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതെവിടെയാണെന്ന് ചോദിക്കാവേ. അപ്പോൾ ഇച്ചിരി നേരത്തേക്ക്
ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഓണാക്കാം. അപ്പം എല്ലാവർക്കും